ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വേൾഡ്. അപ്പൊ ഇന്ന് നമുക്കൊരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ അതെ, ഇതാണ് അവലുകപ്പ. അവലുകപ്പ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ഷോർട്സ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കപ്പ ധാരാളമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് എല്ലാ ദിവസവും നമുക്ക് വേവിച്ച് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ കപ്പ ഇല്ലാത്ത സീസണിലും നമുക്ക് ഈ കപ്പ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് സൂക്ഷിച്ചു വെക്കും. അപ്പൊ അത് പല രീതിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. വാട്ടുകപ്പയായിട്ട്, അപ്പൊ വാട്ടുകപ്പയായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വേവിച്ച് കഴിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവല് കപ്പയായിട്ടൊക്കെ വെക്കും. അപ്പൊ അതാണ് ഈ അവല് കപ്പ. അവല് കപ്പ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പച്ചക്കപ്പ നമ്മൾ നന്നായിട്ട് നൈസായിട്ട് ചീകി അരിയും കേട്ടോ. നല്ല കട്ടി കുറഞ്ഞാണ് നമ്മൾ അരിയുന്നത്. അതിനുശേഷം ഒരു ദിവസം നമ്മൾ സാധാ വെള്ളത്തിൽ ഇട്ട് വെക്കും. പിറ്റേന്ന് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. അതിനെ നമ്മൾ വാട്ടിയെടുക്കുക എന്ന് പറയും. അതിനുശേഷം അതിൽ നിന്ന് ഊറ്റിയെടുത്ത് നമ്മൾ ഉണക്കിയെടുക്കും. ഉണക്കിയെടുക്കുമ്പോൾ ഇതുപോലെയാണ് സാധനം കിട്ടുന്നത്. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് ഇന്നത്തെ 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതുണ്ടാക്കാൻ ശരിക്കും വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ എടുത്തിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഞാനത് വറുത്തോണ്ടിരിക്കുകയാണ്. വറുത്തൊക്കെ കഴിയുമ്പോൾ അതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കത് അടുപ്പിൽ നിന്നെടുത്ത് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണേ. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോഴത്തേ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണേ. അങ്ങനെ ഞാൻ ദേ കപ്പ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയും പഞ്ചസാരയാണ്. ശരിക്കും ഈ 3 ഇൻഗ്രീഡിയന്റ് കൊണ്ട് തന്നെ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് തേങ്ങയും പഞ്ചസാരയും ആവശ്യത്തിനുള്ള മധുരം ചേർക്കാൻ പറഞ്ഞാൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് തേങ്ങയും പഞ്ചസാരയും കൂടി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. തേങ്ങയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം നമ്മൾ കൈയിട്ട് നല്ലപോലെ ഉടച്ച് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം നമുക്കിത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെവിടിയെടുക്കാം. അങ്ങനെ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവല് കപ്പ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ കപ്പയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അവല് കപ്പ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ 4 മണിക്ക് ഈ പലഹാരം മാത്രം പോലല്ലോ, ഒരു ചായയും കൂടെ വേണ്ടേ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ചായയും കൂടി ഇടാമേ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചായയൊക്കെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലപ്പം കൂട്ടി ഞങ്ങൾ 4 മണി പലഹാരവും ചായയും കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ കപ്പയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ അവലുകപ്പ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണക്കിയെടുത്ത് ഇതുപോലെ ഒരു പലഹാരം ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വീട്ടിൽ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിന്റെ കൂട്ടത്തിലിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ റെസിപ്പി ഇച്ചിരി സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പൊ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ചായയും പലഹാരമൊക്കെ കഴിക്കട്ടെ. എല്ലാ ദിവസവും വൈകിട്ട് ചായയും പലഹാരമൊക്കെ കഴിക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.